ഹലോ നമസ്കാരം. ഞാൻ അനീഷ് എബ്രഹാം. കുറച്ച് നേരം മുൻപ് ഒരു മലയാളി കുടുംബം യുകെയിലുള്ളത് എന്നെ കോൺടാക്റ്റ് ചെയ്തു. അവർ വളരെയധികം വിഷമത്തിലായിരുന്നു. സംഭവം ഇവരുടെ 11 വയസ്സുള്ള മോനുണ്ട്. സ്കൂളിൽ പോയതിന് ശേഷം തിരികെ വീട്ടിലെത്തിയില്ല. കുട്ടി എത്താത്തതിനെ തുടർന്ന് ഇവർ സ്കൂളിൽ അന്വേഷിച്ചു. എന്താണ്, സ്കൂൾ ബസ്സിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്, എന്താ വരാത്തത് എന്ന് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ സ്കൂളിലെ ബസ്സിൻ്റെ ഡ്രൈവർ അറിയിച്ചു കുട്ടിയുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത പ്രദേശത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് ഈ കുട്ടിയെ കൂടെ ഡ്രോപ്പ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ അത് ഒരു ഇംഗ്ലീഷ് ഫാമിലിയാണ്. അവർ ഈ കുട്ടിയെ കാണാൻ അനുവദിച്ചില്ല. അവർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. ഈ കുട്ടിയുമായിട്ട് പോലീസ് സംസാരിച്ചു. അതിനുശേഷം പോലീസ് പറഞ്ഞു കുട്ടിയെ വിട്ടുതരാൻ പറ്റില്ല, കുട്ടിക്ക് ഇന്ന് ഇവിടെ നിൽക്കട്ടെ, കുട്ടിയെ അപ്പൻ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് കുട്ടി പറയുന്നത്, അതുകൊണ്ട് വിടില്ല. സോഷ്യൽ വർക്കേഴ്സുമായിട്ട് മീറ്റിംഗ് ഉണ്ട്, അടുത്ത ദിവസങ്ങളിൽ മീറ്റിംഗ് ഉണ്ടാവുമെന്ന് അറിയിച്ചു. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെയധികം ഭയപ്പെട്ടു പോയി. അവർ സാധാരണ നമ്മുടെ എല്ലാ മലയാളി കുടുംബങ്ങളിലും നടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ആ കുടുംബത്തിൽ നടന്നിട്ടുള്ളൂ. ഈ കുട്ടിയെ വഴക്ക് പറയുന്നത് ചിലപ്പോൾ കഴിച്ച പാത്രം കഴുകി വെക്കുന്നില്ലെന്നോ, അല്ലെങ്കിൽ ഇട്ട ഡ്രസ്സ് കഴുകാനായിട്ട് എടുത്തുകൊണ്ട് വരുന്നില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെയൊക്കെ പഠിപ്പിച്ച പോലെ അങ്ങനെ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയുകയും വഴക്ക് പറയുകയും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെറിയ അടിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ കാര്യമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു മാതാപിതാക്കളല്ല. അപ്പോൾ അവർ ആകെ വിഷമിച്ച് പോയി ഇങ്ങനൊരു സംഭവം. സത്യത്തിൽ ഇവിടെ പ്രശ്നമായിട്ട് മാറിയത് കുട്ടിയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ, അതായത് ആ ഇംഗ്ലീഷ് കാരൻ്റെ കൂടെ അവിടെ സ്ലീപ്പ് ഓവറിന് രാത്രി കിടക്കാനായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. അത് കുട്ടിയുടെ മാതാപിതാക്കളോട് കുട്ടി പറഞ്ഞു. അപ്പോൾ ഇവർ സമ്മതിച്ചില്ല. നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരല്ലേ, അവിടെ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് തടയുകയും അത് പോകാൻ പറ്റില്ല എന്ന് ശക്തമായി പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ കുട്ടിക്ക് അവിടെ പോയേ പറ്റൂ. അതിൻ്റെ ഒരു വാശിപ്പുറത്ത് കുട്ടി ഇല്ലാത്ത കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ കുട്ടി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പോലീസിൻ്റെ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ഫാമിലിയുടെ കൂടെയാണ്. അതിനുശേഷം ഈ മാതാപിതാക്കൾ സോഷ്യൽ വർക്കേഴ്സിനെ ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ കുട്ടി അവിടെ താമസിക്കുന്നതിനോട് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല, യോജിക്കാൻ കഴിയില്ല, വി ആർ നോട്ട് ഹാപ്പി. സോ അവർ നിർദ്ദേശിച്ച അനുസരിച്ച് ഒരു മലയാളി കുടുംബത്തിലേക്ക് കുട്ടിയെ ഇപ്പം നിലവിൽ മാറ്റിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. നമ്മുടെ കുട്ടികളെ നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയാം, നമ്മൾ ചെറിയ രീതിയിൽ തല്ലാം. അതൊക്കെ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു രീതി എന്നുള്ള രീതിയിലായിരിക്കാം നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇത് രാജ്യം ഇംഗ്ലണ്ട് ആയതുകൊണ്ടും ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ ശക്തമായിട്ടുള്ള നിയമങ്ങളായതുകൊണ്ട് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര കർശനമായിട്ടുള്ള നടപടികൾ സോഷ്യൽ വർക്കേഴ്സൊക്കെ ഇടപെടുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മുടെ കുട്ടികൾ എന്താണ് അവിടെ ചെന്നിട്ട് ഈ പോലീസിനോടോ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിനോട് പറയുന്നത് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. അപ്പോൾ നമ്മൾ കുട്ടികളെ വഴക്ക് പറഞ്ഞാലും അതെന്തിനാണ് പറയുന്നതെന്നും അതിൻ്റെ കാര്യകാരണ സഹിതം കുട്ടികളെ ബോധ്യപ്പെടുത്താനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എപ്പോഴും അവരോട് ഒരു സൗഹാർദ്ദമായ രീതിയിൽ ഇടപെടുന്നതായിരിക്കും കൂടുതൽ സേഫ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഫാമിലിയിലെ മാതാപിതാക്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന പോലെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ വന്നതാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് കരുതലെടുക്കുന്നത് നന്നായിരിക്കും. കുട്ടികളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിനോട്, സോഷ്യൽ വർക്കേഴ്സിനോട്, പോലീസിനോടൊക്കെ വീട്ടിൽ അപ്പൻ ഉപദ്രവിക്കുന്നതെന്നോ അമ്മ ഉപദ്രവിക്കുന്നതെന്നോ വഴക്ക് പറയുന്നതെന്നോ പഠിക്കാൻ നിർബന്ധിക്കുന്നതെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വേറെ
ഫോസ്റ്റർ കെയറിലേക്കൊക്കെ മാറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം ഒന്ന് കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്നേഹപൂർവ്വമായിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്ന് കുട്ടികൾക്കും മനസ്സിലാകണം. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കും. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.